ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, നമ്മൾ ചിലപ്പം കഷ്ടതയിലൂടെയും അസ്വസ്ഥതകളിലൂടെയും വേദനകളിലൂടെ ഒക്കെ നടന്നു പോകുന്നവരായിരിക്കാം. എനിക്ക് തോന്നുന്നു ഈ വചനം നമ്മുടെ കഷ്ടതയിൽ നമ്മെ താങ്ങി നിർത്തുന്ന ഒരു വചനമാണ്. അതാണ് നമ്മുടെ കഷ്ടതയിൽ നമ്മെ താങ്ങി നിർത്തുന്ന ഒരു വചനം നമ്മളിന്ന് പഠിക്കാനായിട്ട് പോവുകയാണ്. അത് 138 സങ്കീർത്തനം 7 തിരുവചനമാണ്. ബുക്ക് ഓഫ് സാംസ് ചാപ്റ്റർ 138 വേഴ്സസ് 7. 138 സങ്കീർത്തനം 7 തിരുവചനം. വചനം ഇപ്രകാരമാണ്: കഷ്ടതകളിലൂടെ കടന്നു പോകുന്നെങ്കിലും എൻ്റെ ജീവനെ അവിടുന്ന് പരിപാലിക്കുന്നു. നമുക്കറിയാം, നമ്മൾ ചിലപ്പം ജീവിതത്തിൽ കഷ്ടതകളിലൂടെയും വേദനകളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും നിരാശയിലൂടെ ഒക്കെ കടന്നു പോകേണ്ടി വരും. അപ്പോൾ വചനം പറയാണ്, എങ്കിലും എൻ്റെ ജീവനെ അവിടുന്ന് പരിപാലിക്കുന്നു. ഏറ്റവും മനോഹരമായ വചനമാണ്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളിലൂടെയും വേദനകളിലൂടെയും ദുഃഖങ്ങളിലൂടെയും അസ്വസ്ഥതകളിലൂടെയും രോഗാവസ്ഥകളിലൂടെയും കടന്നു പോകുമ്പോൾ നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം. 138 സങ്കീർത്തനം 7 തിരുവചനം. കഷ്ടതകളിലൂടെ കടന്നു പോകുന്നെങ്കിലും അവിടുന്ന് എൻ്റെ ജീവനെ പരിപാലിക്കുന്നു. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പ്രത്യേകമായ പല കഷ്ടപ്പാടുകളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും വേദനകളിലൂടെയും കടന്നു പോകുന്ന എല്ലാ ദൈവജനത്തെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. 138 സങ്കീർത്തനം 7 വചനത്തിൻ്റെ ശക്തിയാൽ കർത്താവായ സഹോദരങ്ങളുടെ കഷ്ടപ്പാടുകളെയും വേദനകളെയും അവിടുന്ന് ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.